गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ഫെബ്രുവരി 9 മുതൽ 15 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മകരം 27 മുതൽ കുംഭം 3 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി രവിയും ലാഭസ്ഥാനത്ത് ബുധനും ശനിയും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണവും അനുഭവയോഗവും ഉണ്ടാകും. ശത്രുനാശവും സന്തോഷവും വർദ്ധിക്കും. ധനവരവ് മെച്ചപ്പെടും. കുടുംബസുഖം ഉണ്ടാകും. വേണ്ടാത്ത സംഗതികളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വസ്ത്രാഭരണ സുഖം ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ദൃശ്യമാകും. ദോഷപരിഹാരാർത്ഥം സർപ്പപ്രീതിയും ഗണപതി പ്രീതിയും വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്ത് ബുധനും ശനിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ആലോചനയില്ലാതെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. പൂർവിക സ്വത്ത് ദുഷ്ചെലവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനപ്രയാസത്തിന് സാധ്യത കാണുന്നു. ശത്രുശല്യം കുറയും. കളത്രസൗഖ്യം ഉണ്ടാകും. വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ ഉത്കൃഷ്ട പദാർത്ഥങ്ങളുടെ ലബ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ശനിയും കർമ്മസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കാര്യതടസ്സവും ഉണ്ടാകും. ഭയം വർദ്ധിക്കും. കലഹപ്രവണത ഉടലെടുക്കും. വാതരോഗങ്ങൾ, സന്താനദുഃഖം എന്നിവ അനുഭവപ്പെടും. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം കുറയും. സ്ത്രീകൾ നിമിത്തവും ഉപദ്രവം ഉണ്ടാകും. കർമ്മഗുണം കുറയും. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ രവിയും അഷ്ടമത്തിൽ ബുധനും ശനിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അധികാരികളുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരിക അധ്വാനം വർദ്ധിക്കും. സന്താന ഗുണം ഉണ്ടാകും. കലഹപ്രവണത അധികരിക്കും. രോഗദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. അനുഭവ ഗുണം വർദ്ധിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. ധനനഷ്ടം, ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ആദിത്യനും കളത്രസ്ഥാനത്ത് ബുധനും ശനിയും അഷ്ടമത്തിൽ ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രക്തസ്രാവത്തിന് സാധ്യത കാണുന്നു. സ്വജന വിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും മന്ദതയും വഴിതടസ്സവും ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനാഗമത്തിന് സാധ്യത. വീട് മോടി പിടിപ്പിക്കും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. സന്താനഗുണം കുറയും. അധികാരികളുടെ പ്രീതി ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ സൂര്യൻ, ശത്രുസ്ഥാനത്ത് ബുധനും ശനിയും കളത്രസ്ഥാനത്ത് ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്ത് കുജൻ എന്നിവ സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും. കാര്യവിജയവും ഉന്നത സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. ശത്രുശല്യം കുറയും. ദാമ്പത്യ സൗഖ്യം കുറയും. കലഹങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. ധനലാഭവും ഭാഗ്യവർദ്ധനവും പ്രതീക്ഷിക്കാം. കർമ്മതടസ്സത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാലക്ഷ്മി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ സൂര്യനും പുത്രസ്ഥാനത്ത് ബുധനും ശനിയും
ശത്രുസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. ഭാര്യാപുത്രാദികളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. വേണ്ട സമയത്ത് ഉചിതമായ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയാതെ വരും. യാത്രാക്ലേശവും ധനനഷ്ടവും ഉണ്ടാകാം. കാര്യതടസ്സവും ശരീരത്തിന് ബലക്കുറവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്തും സുഖസ്ഥാനത്തുമായി സൂര്യനും സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ധനലാഭവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. ബന്ധുഗുണം കുറയും. അനാവശ്യമായ കലഹപ്രവണത ഉടലെടുക്കും. സന്താന സൗഭാഗ്യം സിദ്ധിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രമാകും. കാര്യസിദ്ധി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും സഹോദരസ്ഥാനത്ത് ബുധനും ശനിയും സുഖസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളുമായുള്ള എഴുത്തുകുത്തുകളിൽ പിഴവ് വരാതെ ശ്രദ്ധിക്കണം. സഹോദര തുല്യർ ശത്രുക്കളായിത്തീരും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. ഗുരുജനങ്ങളുടെ അനിഷ്ടം വരാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ സൗഖ്യം കുറയും. ഭാര്യയ്ക്ക് രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി രവിയും ധനസ്ഥാനത്ത് ബുധനും ശനിയും സഹോദരസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. കോപം നിയന്ത്രണാതീതമാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. പൂർവിക സ്വത്തുക്കൾ വിറ്റ് പുതിയ സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ശത്രുശല്യം കുറയും. സന്താനഗുണം പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിച്ചേക്കാം. ആരോഗ്യനില മെച്ചപ്പെടാം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും വ്യയസ്ഥാനത്തുമായ സൂര്യനും ജന്മത്തിൽ ബുധനും ശനിയും ധനസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വീഴ്ച മൂലമുള്ള അസ്ഥിരോഗങ്ങൾക്ക് സാധ്യത. വാതസംബന്ധമായ രോഗങ്ങൾ കാരണം ശരീരസുഖം കുറയും. ധനസ്ഥിതി മെച്ചപ്പെടും. അനുഭവഗുണം വർദ്ധിക്കും. ബന്ധുഗുണം കുറയും. മനപ്രയാസം വർദ്ധിക്കും. പുത്രന്മാരോട് മത്സരിക്കേണ്ടതായ സാഹചര്യം സംജാതമാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ശനിയും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരികമായ സുഖാനുഭവങ്ങൾക്ക് സാധ്യത. അധികാരികളുടെ നിസ്സഹകരണം മൂലം മനോവിഷമം ഉണ്ടാകും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക.